മഞ്ജു അങ്കിളെ, അമ്മേ. അഞ്ജു, എടി അഞ്ജു. അഞ്ജു വന്നോ? എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുവാ, നീ കേട്ടില്ലേ? എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. വന്ന് ഹെൽപ്പ് ചെയ്തേ. നിന്നോട് പറഞ്ഞു കേട്ടില്ലേ? വന്ന് ഹെൽപ്പ് ചെയ്യാൻ. അതെ, എന്താ അന്തം വിട്ട് നോക്കുന്നേ? അത് ഓ, ഓഫീസിൽ എന്താ പോവാത്തന്നാണോ? ഇവിടുത്തെ ഫംഗ്ഷൻ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അതല്ല. ഓ, ഈ കുർത്ത എന്താ ഇട്ടെന്നാണോ? എപ്പോഴും ഫോർമൽസിൽ മാത്രം നടന്നാ മതിയോ? ഏയ്, സൂക്ഷിച്ച് താഴെ ഇടല്ലേ. ഇങ്ങതാ, ഞാൻ പിടിക്കാം. ഇത് സത്യാണോ അതോ സ്വപ്നാണോ? ചേടാ, ഈ സ്വപ്നം എല്ലാം കണ്ട് കണ്ട് എന്റെ തലയ്ക്ക് എന്തോ അസുഖം പിടിച്ച പോലെ തോന്നുന്നു. എടി കഴുതേ, മുഖം കൊണ്ട് എന്താ ഗോഷ്ടി കാട്ടുന്നേ? കൈ വേദനിക്കുന്നുണ്ടോ? ഹൃദയത്തിനുണ്ടാവുന്ന വേദന വെച്ച് നോക്കുമ്പോ ഇതൊന്നുമല്ല. വാട്ട്? നീ എന്താ പറഞ്ഞേ? നിങ്ങൾ ശരിക്കും വന്നതാണോന്ന് ചോദിച്ചതാ. അതെന്താ, ഞാൻ വന്ന് തെറ്റായോ? എക്സ്ക്യൂസ് മീ, ആരത് ഇൻവൈറ്റ് ചെയ്തോണ്ടാ ഞാൻ വന്നത്? ചേച്ചേ, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. വരാൻ വേണ്ടി തന്നെ ഇൻവിറ്റേഷൻ തന്നതും വന്നപ്പോ സന്തോഷായി. നിങ്ങൾക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക്സ്. നിങ്ങളുടെ മുഖത്ത് നുണക്കുഴിയും കൂടി കണ്ടായിരുന്നെങ്കിൽ ശരിക്കും നന്നായിരുന്നേനെ. അതിങ്ങനെ ആർക്കും കൊടുക്കാതെ കയ്യിൽ പിടിച്ചോണ്ട് നിക്കണമെന്നില്ല. ഇങ്ങതാ. ചോദിച്ചിട്ട് പോലും കാണാൻ സമ്മതിച്ചില്ല. ഇനി എപ്പോഴെങ്കിലും ആവട്ടെ. ശരിക്കും കള്ള ചെറുക്കൻ തന്നെ. വീണ്ടും സ്വപ്നം കാണുകയാണോ? ഇതിങ്ങത്താ, ഞാൻ പിടിക്കാം. ഗിവ് ഇറ്റ് ടു മീ. ഫോളോ മീ. എക്സ്ക്യൂസ് മീ, ഞാൻ നിന്റെ ബോസ് ആണ്. ഞാൻ എന്തിനാ നിന്നെ ഫോളോ ചെയ്യുന്നേ? ബോസ് ഒക്കെ അങ്ങ് ഓഫീസിലാ, അല്ലാതെ ഇവിടെ വന്ന് എന്നെ ഭരിക്കാൻ നോക്കിയാലേ ഞാൻ പേടിക്കുന്നുള്ളത് വെറുതെ തോന്നല. എന്റെ പുറകവ. ഇങ്ങനൊരു വായാടി. ദൈവമേ, ഇന്നലത്തെ പോയ കൈകളൊന്നും ഉയർന്നില്ല. ഒന്നാമത് കയ്യില് ട്രെയിനുണ്ട്. ഇതെങ്ങാനും താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു. എന്റെ തൊലി ഒരിഞ്ഞു പോവും. ഇപ്പൊ അവളാ എന്റെ ബോസ്. വാട്ട്? അവൾ എന്റെ ബോസോ? ഞാനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നോൺസെൻസ്. വാട്ട്സ് റോങ് വിത്ത് മീ? ഇങ്ങനെ കാലിന് മുകളിൽ കാല് വെച്ചിരുന്ന എന്ത് പ്രയോജനം ഉണ്ടാവുക? നിങ്ങളുടെ ഈ ഇരിപ്പും നടപ്പും സ്ട്രിക്ട്നെസ്സും കൊണ്ട് ഒരു കാര്യവും നടക്കില്ല. ഇങ്ങനെ ഇരുന്നതുകൊണ്ട് വേദാന്ത ടൈം സ്പെൻഡ് ചെയ്യണമെന്നില്ല. സാഹിത്യ, ഞാൻ വെറുതെ ഇരുന്ന് സംസാരിക്കുകയാണെന്ന് കരുതണ്ട. വേദാന്ത് എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യില്ല എന്ന് പറയുമ്പോ പിന്നെ എങ്ങനെ പ്രണയം തോന്നാനാ? മറുഭാഗത്ത് അമൂല്യേ. നോക്ക്, അവളുടെ പേര് പോലും എന്റെ മുന്നിൽ മിണ്ടിപ്പോവരുത്. എനിക്കിത് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലേ. വേദാന്താണെങ്കിൽ പുതിയ കുർത്തിയൊക്കെ ഇട്ട് ആരതി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നു. ഇതെല്ലാം വെറുതെ ചെയ്യുന്നതാണെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? ആരതിക്കെന്നും മറ്റുള്ളവരുടെ ജോലി ചെയ്യുന്നതാണ് ശീലം.
ഈ വീട്ടിൽ വന്ന് കയറിയതിന്റെ പേരിൽ മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനാണ് ശ്രമിക്കുന്നത്. ഇത്രേ ഉള്ളൂ കാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആന്റിയെ പോലൊരു മണ്ടി വേറെയില്ല. ഇതെല്ലാം അവള് മനഃപൂർവ്വം ചെയ്യുന്നതാ. ഈ സോപ്പിടലെല്ലാം അമൂല്യ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനാ. സാഹിത്യ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്കിങ്ങനെ ഇരുന്നിരുന്ന് മടുപ്പായി ആന്റി. ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞാൻ കുറച്ചു കഴിഞ്ഞ ശാരികയെ പോലെ ആവും. ബോധിപ്പിക്കാൻ വേണ്ടി എൻഗേജ്മെന്റ് എന്നൊന്നും നടന്നു. അതല്ലാതെ മറ്റൊരു ഇംപ്രൂവ്മെന്റും ഇല്ല. നിനക്ക് പിന്നെ എന്താ വേണ്ടിയിരുന്നത്? എൻഗേജ്മെന്റ് റിംഗ് വേദാന്തിന്റെ കയ്യിലുണ്ടോന്നെങ്കിലും ആന്റി ചെക്ക് ചെയ്തിട്ടുണ്ടോ? നോക്ക്, മനുഷ്യനൊന്ന് ചിന്തിച്ചാൽ ദൈവം മറ്റൊന്ന് ചിന്തിക്കും. ഈ പഴഞ്ചൊല്ലൊക്കെ പഴയ കാലത്തെയാണ്. എന്നാലും സംഭവിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ. എല്ലാറ്റിനും ഒരു ലിമിറ്റുണ്ട്. ഞാൻ ഇനി ഒന്നും ചെയ്യാതിരുന്നാൽ എല്ലാവരും കൂടി എന്നെ ഒരു മൂലയിൽ ഒതുക്കിയിരിക്കും. ഡോണ്ട് വറി, ഐ വിൽ ഫിക്സ് ഇറ്റ്. എന്തു തന്നെയായാലും പ്രമി പായസം നന്നായിട്ടുണ്ടാക്കും. എടി മത്തങ്ങേ, മതി കഴിച്ചത്. ബാക്കിയുള്ളവർക്കൊന്നും കഴിക്കണ്ടേ? ഡീ മുതുക്കി മിണ്ടാതിരുന്നോണം. എന്നെ കഴിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്ത് കൊന്നാളെ ഞാൻ. ഈ പെണ്ണിനെന്തേ കാണിക്കുന്നേ? വേദാന്തിനെ മാത്രം എന്താ അവിടെ ഇരുത്തിയിരിക്കുന്നത്? അമ്മവാ, ആർദിനെ കെട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച, നേർച്ചകൾ നടത്തി കുറച്ച് നേർച്ച ബാക്കിയുണ്ട്. അതിനൊരു നേർച്ചനെ അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്തൊക്കെ നടത്തിയത്? എന്ത് നേർച്ചയാ? അത് പിന്നെ ആർദിനെ കൊണ്ടൊരു വലിയ മലയുടെ മുകളിലുള്ള അമ്പലത്തിൽ. അയ്യോ വിക്കി, ചേട്ടാ എന്താ നേർച്ചാന്ന് പറ. എന്തിനാ അവനെ കളിയാക്കുന്നേ? എല്ലാവരോടും പറയാൻ പറ്റുന്ന നേർച്ചയായിരിക്കില്ല. ഇല്ലെങ്കിൽ തലയിടിച്ച് പൊട്ടിക്കുന്ന കേട്ടോ. മുതിർന്നവരുടെ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവൂ. അതെ, ഞാനൊരു പുതിയ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പൊ തരാവേ. എനിക്ക് ആദ്യം. എല്ലാവർക്കും ഞാൻ തരാം. പക്ഷെ ആദ്യം ഞാൻ ആദിക്ക് കൊടുക്കുന്നുള്ളൂ. അതെയാ, നല്ല ചൂടുള്ള പലഹാരം. അയ്യോ ചെറിയമ്മ വേണ്ട, ഇപ്പൊ തന്നെ കൊറേ എണ്ണം കഴിച്ചു. അങ്ങനെ പറയല്ലേ മോളെ, ഞാൻ നിനക്ക് വേണ്ടിയില്ല ഇതെല്ലാം ഉണ്ടാക്കിയത്. എനിക്ക് വേണ്ട അയ്യോ, ചെറിയമ്മ. എന്താ ചേച്ചി രണ്ടപ്പം കഴിച്ചപ്പോഴത്തേക്ക് മതി എന്ന് പറയുന്നേ? ഞാൻ ഒറ്റ ഇരിപ്പിന് 15 എണ്ണമെങ്കിലും കഴിക്കും. നീ മിണ്ടായിരിക്കും പെണ്ണേ. നിനക്ക് തന്ന സാധനം ആദ്യം നീ തന്നെ കഴിക്കും. അതുകൊണ്ട് അമ്മ 20 കഴിക്കുന്ന ഞാൻ 15 എന്ന് പറഞ്ഞേ. ആദ്യ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ പോരെ മോളെ, നിന്റെ കുഞ്ഞിന്റെ കാര്യം കൂടെ നോക്കണം. നല്ല ഭക്ഷണം കഴിച്ചാലേ കുഞ്ഞ് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കൂ കേട്ടോ. ചെറിയമ്മേ, വെറുതെ അവളെങ്ങനെ നിർബന്ധിക്കണ്ട. അവളങ്ങനെ ഒരുപാട് കഴിക്കില്ല. ഇത്ര കഴിച്ചത് തന്നെ ഭാഗ്യം. ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വന്ന ഏട്ടത്തിക്ക് ഇതായിരിക്കും അവസ്ഥ എന്ന്. അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതല്ല. എന്തെങ്കിലുമൊക്കെ കഴിച്ച് പ്രശ്നമായാ പിന്നെ എന്നെ തന്നെ കാരണക്കാരനാക്കുമല്ലോ കരുതി പറഞ്ഞതാ. അതുകൊണ്ടാ പ്രിക്കോഷൻ എടുക്കുന്നത്. ആ മോനെ വേദാന്തേ, ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടച്ചാ, നന്നായിട്ട് തന്നെ പോകുന്നു. ഒരു പ്രശ്നവുമില്ല. മുൻപത്തെക്കാളും ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റും കൂടിയിട്ടുണ്ട്. നല്ല കാര്യം. എനിക്ക് നിന്നെ കൊണ്ടൊരു സഹായം വേണമായിരുന്നു. ഇതെന്തിനാ അച്ഛാ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നേ? ഞാനിപ്പോ പുറത്തുള്ള ആളൊന്നും അല്ലല്ലോ, ഇവിടുത്തെ അംഗമല്ലേ. അതെന്താന്ന് പറയൂ. ഞങ്ങളുടെ വീട്ടിലൊരു പയ്യൻ താമസിക്കുന്നുണ്ട്.
താമസിക്കുന്നുണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങളുടെ കുടുംബക്കാരൻ തന്നെ ഇപ്പോ. അതാരാ? അത് പിന്നെ അതെ, അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒരുപാട് പരിചയമുള്ള ആളെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു തന്നില്ലേ അതെ. ഓ ഓക്കെ. അവൻ നല്ലൊരു പയ്യനാ, പക്ഷെ അനാഥനാണ്. എന്ത് ജോലി പറഞ്ഞാലും അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യും. അതുമാത്രമല്ല, നല്ല വിദ്യാഭ്യാസമുണ്ട്. അവനെ നിനക്കൊന്ന് പരിചയപ്പെടുത്തി തരാം, ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ കരുതിയപ്പോ എന്തോ തടസ്സങ്ങളൊക്കെ ഉണ്ടായി. ഇനി ഒരു കാര്യവും അച്ഛൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പ എന്റെ ഓഫീസിൽ വന്നോണം. അച്ഛന് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ എന്റെ വേണ്ടപ്പെട്ടവരല്ലേ? സമയമില്ല കാലുമില്ല, ഇപ്പോഴും ഒരുപോലെ തന്നെ പെരുമാറും. ശരി മോനെ, അങ്ങനെ തന്നെ ചെയ്യാം. അവനിപ്പോ എന്താ ചെയ്യുന്നത്? ഐ മീൻ, അവനിപ്പോ എവിടെ ജോലി ചെയ്യുന്നത്? ഇപ്പൊ ഓട്ടോ ഓടിക്കുക. ഇന്ന് നിനക്ക് പരിചയപ്പെടുത്തരണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. വരേണ്ട സമയം കഴിഞ്ഞു. എന്താണെന്നറിയില്ല. വരട്ടെ, വന്നാ പരിചയപ്പെടുത്താം മോനെ. ശരി അച്ഛ. ഏയ് അമ്മോ, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? വേദാന്തിന് പോയി പായസം വിളമ്പ്. റൗഡി കൊച്ചേ, ചേട്ടന് പായസം എന്ന് പറഞ്ഞ പ്രാണനാ. വേഗം ചെന്ന് വിളമ്പിക്കൊടുക്ക്. ചെറിയമ്മേ ഇങ്ങോട്ട് വാ, ആദ്യം എനിക്ക്. അയ്യോ, വ്രതം എടുപ്പിച്ച ആ പാവത്തിനെ മൂല ഇരുത്തിയിരിക്കുക. ആദ്യം അവന്, പിന്നീടേ ഉള്ളു നിങ്ങൾക്ക്. ഏയ്, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്ന? പോയി വിളമ്പ്. അയ്യോ, ഒന്ന് വെറുതെ ഇരിക്കാൻ. എന്താ? ഒന്നുമില്ല, കൊടുക്കാന്ന് പറഞ്ഞതാ. റൗഡി കൊച്ച പായസം കോരി ഒഴിക്കുന്ന കണ്ടിട്ട് നമുക്ക് തൊടാൻ പോലും കിട്ടില്ലെന്ന് തോന്നുന്നു. എടി ആദ്യം അങ്ങോട്ട് നോക്ക്.
നല്ല നേരത്തെ രണ്ടുപേരും കണക്ട് ആയത്. ഇവരുടെ ലവ് എന്താ ഇങ്ങനെ? ചേട്ടന് ലവ് ഉണ്ടെന്നതിന് ഇതിനെക്കാട്ടിലും സാക്ഷി വേറെ വേണം. രണ്ടുപേരും ഇവിടെങ്ങും അല്ല. നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക്. അവര് രണ്ടുപേരും ഇങ്ങനെ കണ്ടും കണ്ടും നോക്കിയിരുന്ന പായസമൊക്കെ ഗ്ലാസും കവിഞ്ഞ് പുറത്തേക്ക് പോകുന്ന തോന്നുന്നു. കുറച്ച് പായസം ഞങ്ങൾക്കൂടെ തരുമോ? അതെന്തിനാ അവൻ അത്രയും പായസം വിളമ്പി കൊടുത്തത്? അവന്റെ ഡ്രസ്സിലൊക്കെ മുഴുവൻ പായസമായല്ലോ. അവൻ ആവശ്യമുള്ളത്ര കൊടുത്താ പോരായിരുന്നോ? അത് വിക്കി ചേട്ടൻ വേദാന്തിന് പായസം ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ട് അങ്ങനെ കൊടുത്തേ. ഞാൻ നേരത്തെ പറഞ്ഞതേ ചേട്ടന് പായസം കഴിക്കാൻ ഒരുപാട് ഇഷ്ടമെന്നാ. അല്ലാണ്ട് പായസം മാത്രം കഴിക്കുന്ന ഭീമസേനല്ല എന്റെ ചേട്ടൻ. ഞാൻ എന്ത് ചെയ്യാനാ? അദ്ദേഹം മതിയെന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാ വിളമ്പിയത്. എന്തൊരു പെരും കള്ളിയാ ഇവള്. ഇപ്പൊ തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്തായല്ലേ? അമ്മു, നിന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. അമ്മു, ഒന്ന് മതിയാക്ക് നീ. ബാക്കിയുള്ളവർക്കൂടെ നീ വിളമ്പി കൊടുക്കേ, ഇല്ലെങ്കിൽ ഇതാ ഞാൻ വിളമ്പാം. വേണ്ട വേണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം. എല്ലാവർക്കും വിളമ്പാൻ വേണ്ടി അതിനകത്ത് എന്തെങ്കിലും ബാക്കിയുണ്ടോ നോക്കിയേ. വെറുതെ ഇരിക്കേട്ടാ, ഇനിയുണ്ട്. അമൂല്യ, ചെറിയമ്മ വിളമ്പാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? പായസം വിളമ്പാൻ വേണ്ടി എത്ര നേരമായിട്ട് വിളിക്കാൻ നിന്നെ? ആദ്യം എനിക്ക് വിളമ്പ്. വിളമ്പിക്കൊണ്ടിരിക്കുവല്ലേ?
ആദ്യം ചോദിച്ചത് ഇവനാ, കിട്ടിയത് അവസാനം. കുറച്ചുകൂടെ ഒഴുക്കി എനിക്ക്. വിളമ്പിക്കൊണ്ടിരിക്കുവല്ലേ? അല്ല, കൊറേ നേരമായി പറയുന്നു. ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ടവൽ എവിടെ? ചെറിയ വയസ്സിൽ ആ കഴുത എന്ത് ക്യൂട്ടാ നോക്കി. ഇപ്പോഴും ക്യൂട്ട്നെസ്സിന് കുറവില്ല. ഞാൻ എന്തിനാ കഴുതയെ പറ്റി പുകഴ്ത്തി സംസാരിക്കുന്നേ? എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്. അയ്യോ, ഏയ്, നിങ്ങൾ എന്തിനാ അലറിയത്? എടി, നീ എന്തിനാ അലറിയേ? ഇങ്ങനെ ഡ്രസ് ഇല്ലാതെ നിൽക്കുമ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യാ? നോക്ക് ചെയ്തിട്ട് കേറി വരാനുള്ള കോമൺ സെൻസ് ഇല്ലേ നിനക്ക്? നോക്ക് ചെയ്തിട്ട് കയറി വരാം. ഇത് നിങ്ങളുടെ ക്യാബിൻ അല്ല. ഡോർ ലോക്ക് ചെയ്യണം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എടി കഴുതേ, നിന്നെ പോലൊരു ജന്തു ഈ ലോകത്ത് വേറെ ഇല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാൻ പഠിക്കാദ്യം. നിനക്കും അങ്ങനെയല്ലേ? നീ തെറ്റ് ചെയ്തത് സമ്മതിക്കുന്ന ശീലമൊന്നും നിനക്കും ഇല്ലല്ലോ. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട വെറുതെ. നീ ടവൽ തരാൻ വന്നതല്ലേ? അതിങ്ങതാ. പറ്റില്ല മോനെ, തരാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. കാരണം എന്താ? എന്റെ ഇഷ്ടം. എനിക്ക് തരാൻ തോന്നില്ല, തരുന്നുമില്ല. വെരി സിമ്പിൾ. എടി കഴുതേ, എനിക്ക് മാറാനായിട്ട് വേറെ ഡ്രസ്സും ഒന്നും ഇല്ലെന്ന് എനിക്കറിയില്ല. പ്ലീസ് അത് താ. പറ്റില്ല എന്ന് വെച്ചാ പറ്റില്ല. തനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന എന്താ ചെയ്യ്. ചേട്ടെ, ഓ